എല്ലാരും ചൊല്ലണ്. ചേച്ചിയാ ചായ ഉണ്ട്, നല്ലൊരു ചൂട് ചായ എടുത്തേ. അയ്യോ ചായക്ക് ഗ്യാസ് ഇല്ല ചേട്ടാ. ചായക്ക് ഗ്യാസാ? ഞാൻ മനുഷ്യർക്ക് ഗ്യാസ് മൃഗങ്ങൾക്ക് ഗ്യാസ് എന്ന് കേട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ചായക്ക് ഗ്യാസ് ഉണ്ടെന്ന് കേൾക്കണം. ചായക്ക് ഗ്യാസ് ഉണ്ടെന്നല്ല ചേട്ടാ പറഞ്ഞേ, ചായ ഉണ്ടാക്കാൻ ഗ്യാസ് ഇല്ലാന്നാ പറഞ്ഞേ. ഓ അങ്ങനെയാ? അല്ല ചേച്ചിയെ, നിങ്ങൾക്കല്ല ഈയിടെയായിട്ട് പ്രധാനമന്ത്രിയുടെ ഏതോ പദ്ധതിയിൽപ്പെട്ട് പുതിയ ഗ്യാസ് കണക്ഷൻ കിട്ടിയത്? പ്രധാനമന്ത്രിയുടെ എന്തോ പദ്ധതിയല്ല, ഗ്രാമീണ ഉജ്ജ്വല യോജന. അത് നമുക്ക് ഒരു പ്രാവശ്യമേ സൗജന്യമായി കിട്ടത്തുള്ളൂ. ഇനി വേണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് കുറ്റി മേടിക്കേണ്ടി വരും. അത് വേണ്ടി വരില്ലോ, അല്ലാതെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പ്രധാനമന്ത്രി ഗ്യാസ് തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അതെന്താ ആജീവനം സൗജന്യമായിട്ട് ഗ്യാസ് കൊടുത്താന്നേ? ഇത് പ്രധാനമന്ത്രി വീട്ടിൽ നിർത്തുന്ന കാശാട്ടാണോ? നമ്മൾ ടാക്സ് കൊടുക്കണം കാശ്. ഈ കാശ് വെച്ചിട്ട് നമുക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ അവർ സൗജന്യമായിട്ട് ആജീവനം തരണം. എൻ്റെ പൊന്ന് സഖാവേ, നമ്മൾ അടയ്ക്കുന്ന നികുതി പണം എടുത്ത് എല്ലാം സൗജന്യമായി നൽകിയാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താ അവതാളത്തിലാണെന്നാണ് നിങ്ങൾ ഈ പറയണേ? നിങ്ങൾ ഈ കേരളത്തിലേക്ക് നോക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സൗജന്യമായിട്ട് കൊടുത്തിട്ട് നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ഇപ്പോഴും നമ്പർ 1 സംസ്ഥാനം. എന്ത് സൗജന്യങ്ങൾ നൽകുന്നു എന്നാണ് എൻ്റെ പൊന്ന് സഖാവ് നിങ്ങൾ ഈ പറയണേ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സൗജന്യമായിട്ട് കിറ്റുകൾ കൊടുത്തു, സൗജന്യമായിട്ട് ഫോൺ കൊടുക്കണം, സൗജന്യമായിട്ട് ഇൻ്റർനെറ്റ് കൊടുക്കണം, സൗജന്യമായിട്ട് കമ്പ്യൂട്ടർ കൊടുക്കണം. ഇപ്പം എന്തിനാ സൗജന്യമായിട്ട് അരിയും കൊടുക്കണം? ഇതിൽ കൂടുതൽ എന്തെന്നാ കൊടുക്കണ്ടേ സൗജന്യമായിട്ട്? ഇതെല്ലാം എങ്ങനെ നൽകുന്നതാണ് സഖാവ് ധരിച്ചിരിക്കുന്നത്? വിവിധ രാജ്യങ്ങളിൽ നിന്ന് വലിയ പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് നമുക്കിതെല്ലാം സൗജന്യമായിട്ട് നൽകുന്നത്. ഇങ്ങനെ കടം വാങ്ങി ഇപ്പോൾ ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞുങ്ങൾ പോലും ലക്ഷങ്ങളുടെ കടക്കാരാവുകയാണ്. ഇങ്ങനെ പോയാൽ ലങ്കേനെ പോലെ ആവാൻ വലിയ താമസമൊന്നുമാണ്. ഇത് നിങ്ങളെ ഈ കുത്തക മുതലാളിമാരുടെയും മൂരാച്ചികളുടെയും കാഴ്ചപ്പാടല്ലേ? പിന്നെ കാണം വിറ്റും ഓണം ഉണ്ണണമെന്നുള്ളതാണ് മലയാളികളുടെ ഒരു രീതി. അതെ അതെ, ഇപ്പൊ കാണം വിറ്റും ഓണം ഉണ്ട് തുടങ്ങിയതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ നാട്ടില് മൂത്രം ഒഴിക്കണമെങ്കിലും ടാക്സ് കൊടുക്കേണ്ട ഗതികേട് വന്നേക്കണേ. പറയുമ്പോൾ നമ്മളെല്ലാത്തിലും നമ്പർ 1 ആണ്. പക്ഷേ അതെന്തിനാണെന്നും കൂടി ഓർക്കണം. കേരളത്തിലാണ് ഏറ്റവും അധികം പെട്രോൾ വില നമ്മൾ നൽകുന്നത്. കേരളത്തിലാണ് വീട് നികുതി ഏറ്റവും നമ്മൾ കൊടുക്കുന്നത്. കേരളത്തിലാണ് പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. കേരളത്തിലാണ് രജിസ്ട്രേഷൻ ചാർജ് ഏറ്റവും കൂടുതൽ നൽകുന്നത്. പിന്നെ കേരളത്തിലാണ് ഏറ്റവും അധികം വൈദ്യുതി നിരക്ക് നമ്മൾ നൽകുന്നത്. കൂടാതെ ബസ് യാത്രയ്ക്ക് ബസ് ഫീസ് എത്രയാണെന്നറിയോ? അതാണ് കേരളത്തിലെ ഏറ്റവും അധികം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. എൻ്റെ പൊന്നിയേട്ടൻ നിങ്ങളെപ്പോലുള്ള ബൂർഷകളോട് കഥ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ, എൻ്റെ സമയം പാഴാവും. ഇതിപ്പോൾ അപ്പുറത്തെ ജംഗ്ഷനിലേക്ക് ഒരു ലോഡ് വീട്ടു സാധനം വന്നിട്ടുണ്ട്. നൈസ് അവിടെ ചെന്ന് ഞാൻ നോക്കൂലിയുടെ വൈപ്പിലത്തിൽ കാശ് പോകലിരിക്കുകയും ചെയ്യും. 2 ദിവസം ഇനി പണിക്കും പോകണ്ട. അപ്പം എന്നാൽ ശരി, ഞാൻ പോണു. ഇങ്ങനെ പണിയൊന്നും എടുക്കാതെ നോക്കൂലി വാങ്ങിച്ചും കമ്മീഷൻ വാങ്ങിച്ചും ഈ നാടിനെ കുട്ടിച്ചോറാക്കി. എന്തോരം വ്യവസായ സ്ഥാപനങ്ങളും കമ്പനികളും ഉണ്ടായിരുന്ന നാടാ ഇത്. ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു വ്യവസായ സ്ഥാപനങ്ങളും കാണാനില്ലാത്ത അവസ്ഥയിലെത്തി. ശംഭോ മഹാദേവ. എല്ലാരും ചൊല്ലണ്.